ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവസ്വം മെമ്പറുടെ വളരെ അടുത്ത ആളുകൾ പോലീസിലും ഉണ്ടായിരുന്നു. ആ പോലീസ് ഓഫീസർക്കെതിരെ വലിയ വ്യാപകമായ പരാതി അന്ന് ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘവും എല്ലാം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത് പോയെന്നുള്ള ആരോപണം ഇപ്പോഴുണ്ട്. ശബരിമലയെ തകർക്കുക, ശബരിമലയിലെ മുഴുവൻ സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ച ഒരു സർക്കാരും ഒരു മന്ത്രിസഭയുമാണ് ഈ കാലഘട്ടത്തിൽ കണ്ടത്. ഒരു സംശയമില്ല, അയ്യപ്പ ഭക്തന്മാർ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. 20 വർഷം മുമ്പ് ഈ UB ഗ്രൂപ്പ്, വിജയ് മല്യയുടെ ആ ഗ്രൂപ്പ് അവരവിടെ പാകിയ ആ 30.3 കിലോ, അതിൽ കുറച്ച് കൂടാം കുറയാം, അത് എവിടെ പോയി? 100 ചില്ലാൻ ഏക്കർ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ നിയമപ്രകാരം ശബരിമലയുടെ കീഴിലുണ്ട്. പക്ഷേ ഇന്ന് 67 70 ഏക്കറേ ഇന്ന് ആധാരത്തിലുള്ളൂ. ബാക്കി എവിടെ പോയി? കയ്യേറിയിരിക്കുന്നു. ആചാരപരമായി കൂടി ശബരിമലയെ തകർക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ സർക്കാർ മനഃപൂർവ്വം സ്ത്രീകളെ കയറ്റിയതും ഞാൻ സംശയിക്കുന്നു അത് തന്നെ ഇത്തരം വലിയ രീതിയിലുള്ള കൊള്ള നടത്തുവാൻ ജനശ്രദ്ധ മാറ്റിയതാണോ എന്നുവരെ ഇന്ന് സംശയിക്കുന്നു. നമസ്കാരം. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണം നഷ്ടമായെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അങ്ങനെ വിലയിരുത്തുമ്പോൾ അത് ഏറെ ഗൗരവമുള്ള വിഷയമാണ്. വലിയൊരു മോഷണവും ക്രിമിനൽ ക്രമക്കേടും ഒരു സ്പോൺസറിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാവാൻ സാധ്യതയില്ല. ഉത്തരം പറയേണ്ടവർ ഇനിയും മൗനം ഭേദിക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? പരിശോധിക്കാം. എനിക്കൊപ്പം BJP വക്താവ് ശ്രീ PR ശിവശങ്കരൻ ചേരുകയാണ്. നമസ്കാരം. നമസ്കാരം. സ്വർണ്ണപ്പാളി വിഷയത്തിലെ ദുരൂഹത ഒഴിയുന്നേയില്ല. ദിവസങ്ങളായി അത് ലൈവായി നിൽക്കുകയാണ്. അവിടെ നടന്ന മോഷണം ദേവസ്വം ബോർഡ് അധ്യക്ഷനിലോ അല്ലെങ്കിൽ അവിടുത്തെ അംഗങ്ങളുടെ താല്പര്യത്തിലോ മാത്രം നടന്നതാവാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഒരു സംശയവുമില്ലമായ ഈ വലിയ മോഷണത്തിൻ്റെ കഥ അത് വെറും ഒരു പോറ്റിയുടെയോ അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ്റെയോ മാത്രം അറിവോടെ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരു മലയാളികളും ഉണ്ടാവില്ല. ഇതിൽ വളരെ വ്യക്തമായി സംസ്ഥാനത്തെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രി, അതുപോലെ തന്നെ ഒരു പക്ഷേ മുഖ്യമന്ത്രിക്കും പങ്കുണ്ടോ എന്ന് സംശയിക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു മൗനം ഇത്രയും നാൾ ഇതുവരെയുള്ള മൗനം സൂചിപ്പിക്കുന്നത് അദ്ദേഹത്തിനും ചിലതൊക്കെ മറച്ചു വയ്ക്കാനോ ഭയക്കാനോ ഉണ്ട് എന്നാണ്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിലുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അദ്ദേഹവും ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിൽ വ്യാപകമായ ഒളിച്ചുകളിയോ അല്ലെങ്കിൽ മറച്ചു വെക്കാനോ ഈ സംസ്ഥാന ഭരണകൂടത്തിനുണ്ട്. മുഖ്യമന്ത്രിക്കും ഇവിടുത്തെ ദേവസ്വം മന്ത്രിക്കും ഇതിൽ മറച്ചു വയ്ക്കാനും അതല്ലെങ്കിൽ അദ്ദേഹത്തിനും പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ജനങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയതൊഴിച്ച് ബാക്കിയെല്ലാം അടിച്ചു മാറ്റപ്പെട്ടോ എന്ന സംശയത്തിലാണ് സംസ്ഥാനത്തെ ഭരണകൂടം. എനിക്ക് തോന്നുന്നില്ല അത് വെറും ഈ പറഞ്ഞ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തിയ സ്വർണത്തിൻ്റെ കഥ മാത്രമാണെന്ന്. മറ്റുള്ള കാര്യവും കൂടി സീരിയസ് ആയിട്ട് അന്വേഷണം നടത്തണം. അതിലെല്ലാം ഈ പറയുന്ന വിജയ് മല്യ ഏത് കാലഘട്ടത്തിലാണോ സ്വർണം പൂശിയത് ആ കാലഘട്ടത്തോടത്തിൽ വളരെ വലിയ സംശയങ്ങൾ ഇന്ന് ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഇതൊരു എല്ലാ കാര്യത്തിലും അത് എനിക്ക് തോന്നുന്നത് ശബരിമല വിഷയത്തിൽ മാത്രമല്ല മറ്റുള്ള ക്ഷേത്രത്തിലും കൂടി അന്വേഷണം വ്യാപിക്കേണ്ടതുണ്ട്. ശബരിമല വിഷയത്തിലും ആ കാലഘട്ടത്തിന് മുൻപ് ആദ്യം സ്വർണം പൂശിയ കാലഘട്ടം മുതലുള്ള കാലത്തിൽ വലിയ തെറ്റ് അല്ലെങ്കിൽ സംശയം നിലനിൽക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. അതുകൊണ്ട് അത്തരം അന്വേഷണം കൂടി ആവശ്യമാണ്. 98-99 കാലത്താണല്ലോ വിജയ് മല്യ ശബരിമല ശ്രീകോവിലടക്കം സ്വർണം പൂശാൻ സ്വർണം സമർപ്പിക്കുന്നത്. അത് ഞാൻ മനസ്സിലാക്കുന്നത് 30.3 കിലോഗ്രാം സ്വർണം, അതും 24 ക്യാരറ്റ് സ്വർണമാണ്. ഈ പറയുന്ന സ്വർണം മേൽക്കൂരയിൽ, ശ്രീകോവിലിൽ, ദ്വാരപാലക ശില്പങ്ങളിൽ, പീഠത്തിൽ എല്ലാം പൂശിയിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കണക്ക് ഇപ്പോഴും വ്യക്തമല്ല. സമർപ്പിച്ച സ്വർണത്തിൽ നിന്ന് ഒരു തരി പോലും തിരിച്ചെടുത്തിട്ടില്ല എന്നും മല്യ പറയുന്നുണ്ട്. മല്യ അന്നേ പറഞ്ഞിരുന്നു. അന്ന് ഈ ചാനലുകളും ലൈവും ഒന്നുമില്ലല്ലോ, ആ കാലമാണ്. അന്ന് പത്രങ്ങളിലൊക്കെ വന്നതാണ്. താങ്കളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 99 കാലത്തൊക്കെ മല്യ പറയുന്നതും ആ കണക്കുമൊക്കെ അന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കണക്ക് ദേവസ്വം ബോർഡോ സർക്കാരോ വ്യക്തമാക്കാത്തത് എന്തുകൊണ്ടായിരിക്കും? ഈ കാലഘട്ടത്തിൽ തന്നെ അത്തരം വലിയൊരു ചർച്ച നടന്നിരുന്നു. കാരണം
വിജയ് മല്യയെക്കുറിച്ച് മറ്റ് പല ആരോപണം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ക്ഷേത്രങ്ങളിലേക്ക് നൽകിയ സ്വർണത്തിൽ നിന്ന് സ്വർണം അടിച്ചു മാറ്റിയെന്ന് വിശ്വസിക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ആരോപണം ഇല്ല. ഉണ്ടെങ്കിൽ അതും തെളിയപ്പെടേണ്ടതാണ്. കാരണം അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് മൂകാംബിയിലടക്കം പല ക്ഷേത്രത്തിലും ധാരാളം സ്വർണം നൽകിയ ഒരു ചരിത്രം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം അതിനകത്ത് സ്വർണത്തിൽ തട്ടിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതും പുറത്തേക്ക് വരണം. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അത് 24 ക്യാരറ്റ് സ്വർണ്ണമാണെങ്കിൽ അത്തരം 24 ക്യാരറ്റ് സ്വർണം കൊണ്ട് ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളോ അല്ലെങ്കിൽ പൂശലോ അല്ലെങ്കിൽ ആഭരണങ്ങളോ ഉണ്ടാക്കാൻ പറ്റില്ല. അതിൽ ചെമ്പ്, വെള്ളി എന്നിവയൊക്കെ ചേർക്കേണ്ടി വരും. ഇപ്പോൾ ഇതിൽ ചെമ്പ് ചേർത്തിട്ടുണ്ടാവണം അല്ലെങ്കിൽ വെള്ളി ചേർത്തിട്ടുണ്ടാവണം. അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി 50 കിലോ അല്ല, 30 കിലോ അല്ല, 35 33 കിലോ എങ്കിലും മിനിമം കാണണം. അപ്പോൾ ആ കാലഘട്ടത്തിൽ തുടങ്ങി വലിയ രീതിയിലുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അത് വെറും പിണറായി വിജയനിലോ അതല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ ഇവിടുത്തെ ദേവസ്വം മന്ത്രിമാരിലോ മാത്രമല്ല, ആ കാലഘട്ടം തുടങ്ങിയുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാരിലും അതുപോലെ തന്നെ UDF സർക്കാരും മാറി മാറി വന്ന 2 സർക്കാരും ഇരു മുന്നണികളിലെയും പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട്. പങ്കില്ലെങ്കിൽ അറിയുമെങ്കിലും ചെയ്യാമായിരുന്നു, ഒരു സംശയവുമില്ല. ഞാനൊരു കാര്യം സൂചിപ്പിക്കട്ടെ. ഇത് ശബരിമലയിലെ ഈ പറയുന്ന സ്വർണത്തിൽ മാത്രമാണോ? എല്ലാ കാര്യത്തിലും അഴിമതി നടക്കുന്നുണ്ടെന്ന് ആർക്കറിഞ്ഞൂടാത്തത്? ഇപ്പോൾ അരവണ വെച്ചാൽ ഒരു കൂട്ട് അരവണ കൊണ്ട് നമുക്കുണ്ടറിയാം ഏതാണ്ട് 1000-1200 പാക്കറ്റ് ഉണ്ടാവും. പക്ഷേ കണക്കിൽ കാണിക്കുന്നത് 860 840 ഇത് ബാക്കിയുള്ളത് മുഴുവൻ അവിടെ പുറത്തേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വേറെ രീതിയിൽ വിൽക്കുകയാണ്, അതല്ലെങ്കിൽ കണക്കില്ലാതെ പോവുകയാണ്. ഞാൻ പറയുന്നത് ഇത്ര അരവണയിൽ വിൽക്കുന്നത് പാഴായ അരവണ വിറ്റ കഥയും നമുക്കറിയാം. അരവണയിൽ എലിവാലടക്കമുള്ള അത്തരത്തിലുള്ള കാര്യമുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ അരവണയിൽ വരെ കൈയിട്ടു ഒരു ഭരണകൂടവും അവിടുത്തെ ദേവസ്വം മന്ത്രിയും മന്ത്രിമാരുടെ അനുചര വൃന്ദങ്ങളും അവരെല്ലാം ഇതിൽ ഉത്തരവാദികളാണെന്നുള്ള യാതൊരു സംശയവുമില്ലെന്നേ. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് വലിയ രീതിയിൽ പ്രശ്നമുണ്ടാക്കിയ കഴിഞ്ഞ കാലഘട്ടം, അതിൽ സ്ത്രീ പ്രവേശനം അല്ലെങ്കിൽ സ്ത്രീകളെ കയറ്റിയ കാര്യങ്ങൾ പറഞ്ഞു. ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ദേവസ്വം മെമ്പറുടെ വളരെ അടുത്ത ആളുകൾ പോലീസിലും ഉണ്ടായിരുന്നു. ആ പോലീസ് ഓഫീസർക്കെതിരെ വലിയ വ്യാപകമായ പരാതി അന്ന് ഹിന്ദു സംഘടനകൾ, പ്രത്യേകിച്ച് ക്ഷേത്ര സംരക്ഷണ സമിതിയും അതുപോലെ തന്നെ അയ്യപ്പ സേവാ സംഘവും എല്ലാം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇത് പോയെന്നുള്ള ആരോപണം ഇപ്പോഴുണ്ട്. അതായത് ഇത്ര വലിയ ഒരു ആചാര ലംഘനം തന്നെ നടന്നത് ഈ കേരളത്തിൽ ഒരു സ്വർണത്തിൻ്റെ അടിച്ചുമാറ്റൽ നടത്തുവാനായിട്ടാണ്. അത് നമ്മൾ ഇന്ന് വെച്ചാൽ വെറും പീഠമോ അല്ലെങ്കിൽ ഒരു 2-3 കിലോ അല്ല, മറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് അവിടെയുള്ള പല സാധനങ്ങളും ഇതിൻ്റെ കൂടെ അടിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. ശബരിമലയെ തകർക്കുക, ശബരിമലയിലെ മുഴുവൻ സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ച ഒരു സർക്കാരും ഒരു മന്ത്രിസഭയുമാണ് ഈ കാലഘട്ടത്തിൽ കണ്ടത്. ഒരു സംശയമില്ല, അയ്യപ്പ ഭക്തന്മാർ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും 2019 ഈ ദ്വാരപാലക ശില്പപാളി അഴിച്ചെടുത്ത് സ്വർണം പൊതിയാനായി ചെന്നൈയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അന്ന് പറഞ്ഞത് ദേവസ്വം ബോർഡിൻ്റെ കണക്കുകളിലും ഒക്കെ രേഖകളിലും ഒക്കെ ഉള്ളത് അത് ചെമ്പുപാളിയാണ് കൊണ്ടുപോകുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ 20 വർഷം മുമ്പ് ശില്പത്തിൽ പൊതിഞ്ഞ സ്വർണം അത് എവിടെ പോയി എന്നൊരു സംശയം പൊതുജനത്തിന് ഉണ്ടാവില്ലേ? അത് മാത്രമല്ല, ഈ സ്വർണം പൊതിയാൻ കൊണ്ടുപോയത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻ എന്ന സ്ഥാപനത്തിലേക്കാണ്. അവർ ഇപ്പോഴും പറയുന്നുണ്ട്, ഈ വിവാദം വന്ന സമയത്ത് നമ്മളൊക്കെ അവരുമായി സംസാരിച്ചതാണ്. അപ്പോൾ അവർ പറയുന്നത് 2019 എത്തിച്ചത് ചെമ്പുപാളിയാണെന്നാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണല്ലോ 2019 അവിടെ എത്തിച്ചത്. ഒരു തവണ സ്വർണം പൊതിഞ്ഞ പാളിയിൽ അവർ വീണ്ടും സ്വർണം പാകാറില്ല. അതാണ് അവരുടെ രീതി. ഞങ്ങളുടെ മുന്നിൽ എത്തിയത് ചെമ്പുപാളി തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ 20 വർഷം മുമ്പ് ഈ UB ഗ്രൂപ്പ്, വിജയ് മല്യയുടെ ഗ്രൂപ്പ് അവരവിടെ പാകിയ ആ 30.3 കിലോ, അതിൽ കുറച്ച് കൂടാം കുറയാം, അത് എവിടെ പോയി? ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഈ സംസ്ഥാനത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം മാത്രമല്ല, അല്ലെങ്കിൽ പിണറായി വിജയനും മാത്രമല്ല, അതിനു മുമ്പിൽ ഭരിച്ച മുഖ്യമന്ത്രിമാർ, അത് ഏതെല്ലാം കാലഘട്ടത്തിൽ ഏതെല്ലാം മുഖ്യമന്ത്രിമാരാണ്, ഏതെല്ലാം ഭരണകൂടമാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഏതൊക്കെ ദേവസ്വം മന്ത്രിമാരാണ്, ആ മന്ത്രിമാരെല്ലാം ഇതിൽ ഉത്തരവാദികളാണ്. കാരണം അവിടെ പോയത് ആ 2019 ചെമ്പുപാളികളാണ് പോയത് എങ്കിൽ അതിനു മുമ്പുള്ള ഏതെങ്കിലും വർഷമായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഈ സ്വർണം പാകിയത്. ഇത് അറിയാത്തവരാണോ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും CPM നേതാക്കളും? എല്ലാവർക്കും അറിയാമല്ലോ, ചരിത്രം അറിയാവുന്ന, കാലഘട്ടത്തിൽ രാഷ്ട്രീയം പഠിച്ച സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും അറിയാം. ശ്രീകോവിലെയും അതേപോലെ തന്നെ ചുറ്റുമുള്ള ശബരിമലയിൽ പോകാത്തവർക്ക് പോലും അറിയാം ശ്രീ വിജയ് മല്യ അവിടെ അന്ന് സ്വർണം വെച്ചുകൊണ്ട് ഇത്രയേറെ 30 കിലോ അല്ലെങ്കിലും എത്രയെങ്കിലും കിലോ സ്വർണം പാകിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ സ്വർണം പൊതിഞ്ഞ പാളി ഇത് ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പകൽ വെളിച്ചം പോലെ നിരന്തരം ശബരിമലയുടെ ഫോട്ടോ കാണാത്ത ഒരു വിദ്യാർത്ഥിയും ഒരു 15 വയസ്സിന് മുകളിലുള്ള ഒരു മനുഷ്യനും ഈ കേരളത്തിൽ ഉണ്ടാവില്ല. കാരണം ശബരിമല സീസണിലൊക്കെ എല്ലാം 24/7 നമ്മൾ TV വിയിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ
ഇത് രാഷ്ട്രീയക്കാരൻ അറിഞ്ഞില്ല, അല്ലെങ്കിൽ അവിടുത്തെ ഇൻ്റലിജൻസ് അറിഞ്ഞില്ല, അവിടുത്തെ വിജിലൻസ് അറിഞ്ഞില്ല, അവിടുത്തെ ഓഫീസേഴ്സ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്, നുണയാണ്, കല്ലുവെച്ച നുണയാണ്. ഒരു സംശയവുമില്ല ഇതിൽ. ആ കാലഘട്ടത്തിലെ അവിടുത്തെ വിജിലൻസ് ഓഫീസറും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ദേവസ്വം മന്ത്രിമാരും ദേവസ്വം ഭരണകൂടവും ദേവസ്വം പ്രസിഡൻറ്റും മുഖ്യമന്ത്രി അടക്കം ആ കാലഘട്ടത്തിൽ എല്ലാവരെയും ചോദ്യം ചെയ്യണം. ഒരു സംശയവുമില്ല, ഇതിൽ വലിയ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് വെറും സ്വർണത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. സ്വർണം ഇന്ന് കണ്ടുപിടിച്ചു. നമുക്കറിയാമല്ലോ എത്ര നാളായി 100 ഏക്കർ സംസ്ഥാന ഭരണകൂടത്തിൻ്റെ നിയമപ്രകാരം ശബരിമലയുടെ കീഴിലുണ്ട്. പക്ഷേ ഇന്ന് 67-70 ഏക്കറേ ഇന്ന് ആധാരത്തിലുള്ളൂ. ബാക്കി എവിടെ പോയി? കയ്യേറിയിരിക്കുന്നു. അത് ശബരിമല മാത്രമല്ല, അങ്ങോട്ട് എരുമേലി തൊട്ടുള്ള പല പല സ്ഥലത്തായിട്ട് ശബരിമല ദേവസ്വത്തിൻ്റെ സ്ഥലങ്ങൾ ജനങ്ങൾ കയ്യേറിയിരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കയ്യേറിയിരിക്കുന്നു, അന്യമതസ്ഥർ കയ്യേറിയിരിക്കുന്നു. ഇതെല്ലാം കൃത്യമായി ഹൈന്ദവ സംസ്ഥാനത്തെ ഹിന്ദു സംഘടനകൾ നിരന്തരം പറഞ്ഞ കാര്യങ്ങളല്ലേ. ഇതെല്ലാം കയ്യേറ്റം നടക്കും, സ്ഥലങ്ങൾ കയ്യേറ്റം നടക്കുന്നു, സ്വർണ്ണപ്പാളികൾ പോകുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അരവണയിൽ വലിയ അഴിമതി നടക്കുന്നു. ഒരു ഭരണകൂടത്തിന് എങ്ങനെയെല്ലാം ഒരു ഹൈന്ദവ ദേവാലയത്തെ തകർക്കാൻ പറ്റുമോ ആ വിധത്തിലെല്ലാം ഇന്ന് ശബരിമലയെ തകർക്കുകയാണ്. ഇത് കൂടാണ്ടാണ് ആചാരപരമായി കൂടി ശബരിമലയെ തകർക്കണം എന്ന ഉദ്ദേശത്തോടെ ഈ സർക്കാർ മനഃപൂർവ്വം സ്ത്രീകളെ കയറ്റിയതും ഞാൻ സംശയിക്കുന്നു അത് തന്നെ ഇത്തരം വലിയ രീതിയിലുള്ള കൊള്ള നടത്തുവാൻ ജനശ്രദ്ധ മാറ്റിയതാണോ എന്നുവരെ ഇന്ന് സംശയിക്കുന്നു. ഈ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ടല്ലോ, ഇയാൾ ബോർഡിനും സർക്കാരിനും ഏറെ വിശ്വസ്തനാണ്. എന്താണ് ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട്? ഇയാളെ ആരാണ് ബോർഡിന് മുന്നിൽ എത്തിച്ചത് എന്നൊക്കെ അറിയേണ്ടതാണ്. പൊതുജനത്തിന് ആകെ സംശയമാണ് ഇയാളെക്കുറിച്ച്. ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് എന്ത് തന്നെ ആവട്ടെ, എങ്ങനെയാണ് ഇത്തരത്തിൽ ഒരു ടെൻഡർ ഇല്ലാതെ അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ ഇല്ലാതെ സംസ്ഥാന ഭരണകൂടത്തിന് അല്ലെങ്കിൽ സംസ്ഥാനത്ത് തന്നെ ഇതിനുള്ള ടെക്നിക്കൽ നോളജുള്ള ആളുകളും ഈ ഹോൾമാർക്കിംഗ് അതേപോലത്തെ ടെക്നിക്കലി നോളജുള്ള സംഘടനകളും ഉള്ളപ്പോൾ, പ്രസ്ഥാനങ്ങളും ഉള്ളപ്പോൾ എങ്ങനെയാണ് ഒരു വ്യക്തിയെ മാത്രം വിളിച്ചിട്ട് ഒരു ടെൻഡറിലാണ്ട് കൊടുക്കുന്നത്? സംസ്ഥാന ഭരണകൂടത്തിൽ എന്തെങ്കിലും അങ്ങനെ നടക്കുമോ? ദേവസ്വത്തിന് നടക്കുമോ? അവിടെ പെട്ടിക്കടയിൽ നാരങ്ങ വെള്ളം വിൽക്കാനായിട്ട് ടെൻഡർ വിളിക്കുന്ന സർക്കാർ അല്ലെങ്കിൽ ഭരണകൂടം അല്ല അവിടുത്തെ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് ഇല്ലാത്ത ഏതെങ്കിലും പോയിട്ട് അമ്പലത്തിലെ പൂജ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ക്ഷേത്രത്തിലെ ദ്വാരപാല വിഗ്രഹത്തിൻ്റെ പൂശാനായിട്ട് കൊടുക്കുന്ന സ്വർണം പൂശാൻ കൊടുക്കുന്നത്? അപ്പോൾ അയാളുടെ ബന്ധങ്ങൾ അത് വളരെ വലുതാണ്. ഇത് അദ്ദേഹം വെറും പരൽമീനാണ്. ശരിക്കും അദ്ദേഹം ഇതിനെ ഈ പറയുന്ന പോറ്റി എന്നുള്ളത് ഈ തട്ടിപ്പിലെ ഒരു ചെറിയ കണ്ണി മാത്രമാണ്. അദ്ദേഹത്തെ മുന്നിൽ നിർത്തി കളിക്കുകയാണ്. അതിലപ്പുറത്തേക്ക് ഇനി അന്വേഷണം പോകരുത് അല്ലെങ്കിൽ പോകില്ല എന്നാണ് ഇതുവരെ വിശ്വസിച്ചിരുന്നത്. എന്നിട്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്നിട്ടും ഈ വ്യക്തിയെയാണ് 2-3 ദിവസം വിജിലൻസ് വിളിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നു. ആ റിപ്പോർട്ടാണ് കോടതിക്ക് മുന്നിൽ വെച്ചത്. ആ റിപ്പോർട്ട് നോക്കിയാണ് ഇനിയിപ്പോൾ കോടതിയുടെ കാര്യങ്ങൾ. എന്നിരുന്നാലും കോടതി ഒരു SIT ഒക്കെ വെച്ചിട്ടുണ്ട്. അതെങ്ങനെ പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുകൊണ്ടാണ് ഈ വ്യക്തിയെ ഇനിയിപ്പോൾ അദ്ദേഹം നാളെ ഏതെങ്കിലും ടിപ്പറടിച്ചോ അല്ലെങ്കിൽ മാഷാള്ള സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ വരികയോ എല്ലാം ചെയ്ത് അദ്ദേഹവും ഒരുപക്ഷെ കാണാണ്ടാവുകയോ നാമാവിശേഷമാവുകയോ ചെയ്യും. ഇത് ഒരു അന്വേഷണം അവിടെ വെച്ച് നിൽക്കണം, അതിൻ്റെ മുകളിലേക്ക് വരരുത്. നമുക്കറിയാമല്ലോ പല അന്വേഷണങ്ങളും എങ്ങനെയാണ് നിൽക്കുന്നതെന്നും എങ്ങനെയാണ് പര്യവസാനിക്കുന്നതെന്നും. പക്ഷേ ഹൈക്കോടതി അന്വേഷിക്കുന്നത് കൊണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടിയാൽ അതല്ലെങ്കിൽ അതിൻ്റെ മുന്നിലുള്ള അന്വേഷണത്തിലേക്ക് സംസ്ഥാന ഭരണകൂടത്തിനെ ഒഴിവാക്കിക്കൊണ്ട് പോകാൻ ഇത്തവണ ശ്രദ്ധേയമായത് ഈ ഹൈക്കോടതി SITയെ വെച്ചുവല്ലോ. ആ സമയത്ത് സർക്കാരിനോട് പറയുകയല്ല. സാധാരണ ചില ഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണല്ലോ, സർക്കാരിനോട് പറയും, അന്വേഷിക്കാൻ പറയും. അങ്ങനെയല്ല ഉണ്ടായത്. കോടതി നേരിട്ട് തന്നെയാണ് ആരൊക്കെ വേണം തലപ്പത്ത് എന്നതൊക്കെ കോടതി തന്നെ അങ്ങ് പറയുകയാണ്. അതാണ് അതിലൊരു പ്രതീക്ഷയുള്ളത്, ചെറുതായെങ്കിലും. അല്ല, സംസ്ഥാന ഭരണകൂടത്തെ ആർക്കും മനസ്സിലായില്ലെങ്കിലും സംസ്ഥാനത്തെ ഹൈക്കോടതിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇത് കള്ളൻ കപ്പലിൽ തന്നെയാണെന്നും ഇവരെ അന്വേഷണം ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കുമെന്നും. അത് കാരണം ഞാൻ വിശ്വസിക്കുന്നത് സർക്കാർ വലിയ നിയന്ത്രണമില്ലാത്ത ഒരു ഓഫീസർ വന്നു എന്നാണ്. പക്ഷേ അദ്ദേഹത്തോട് പൂർണ്ണമായിട്ടും നമുക്ക് അത് കാരണം എല്ലാവർക്കും ചില കീഴ്പ്പെടലുകളൊക്കെ വരേണ്ടി വരും. അദ്ദേഹത്തിന് അന്വേഷണം വരട്ടെ, അപ്പോൾ നമുക്ക് ആലോചിക്കാം. പക്ഷേ സംസ്ഥാനത്തെ ഒരു ഓഫീസർ അല്ലാതെ പുറത്തുനിന്നുള്ളൊരു ഓഫീസർ വരികയോ പുറത്തുള്ള അന്വേഷണ ഏജൻസിയിൽ കുറച്ചുകൂടി ജനങ്ങൾക്കൂടി വിശ്വാസം വന്നതിന് അന്വേഷണം CBIയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഏജൻസിയാണ് ഏൽപ്പിക്കേണ്ടത്. കാരണം ഇത് ഒരു കേരളത്തിൽ മാത്രം നടന്ന ഒരു കാര്യമല്ല, ഇതിന് മറ്റ് ബന്ധങ്ങളുണ്ട്. ഇതിന് പിറകെ ഒരു വെറും തട്ടിപ്പ് മാത്രമല്ല, നിങ്ങളുടെ ദൈവത്തിന് വിശ്വാസമില്ല, നിങ്ങൾക്ക് തന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ല എന്ന സന്ദേശവും കൂടി കൊടുക്കുന്ന മതം മാറ്റ ലോബികളുടെ പിന്തുണയും ഇതിൻ്റെ പുറകിലുണ്ടോ? അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ നിരന്തരം തകർക്കുന്ന, ഇപ്പോൾ എന്തുകൊണ്ടാണ് ക്ഷേത്രങ്ങൾക്ക് മാത്രം സെക്യൂരിറ്റി, മറ്റ് ആരാധനകൾക്കൊന്നും സെക്യൂരിറ്റി ഇല്ലല്ലോ?
അപ്പോൾ ക്ഷേത്രങ്ങളെ തകർക്കുവാനായിട്ടൊരു വിദേശ ശക്തികൾ ഇവിടെയുണ്ട്. അത് ഈ ഭാരതത്തെ തകർക്കുക എന്നുള്ള, ഇവിടുത്തെ വിശ്വാസങ്ങളെ തകർക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായി നടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ വെറും ഒരു 30 കിലോ സ്വർണത്തിൻ്റെ പ്രശ്നമല്ല, ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. ക്ഷേത്രങ്ങളെ തകർക്കുവാൻ പണ്ട് ശക്തമായി വിദേശ ശക്തികൾ വന്നിട്ട് അവരുടെ സൈന്യത്തെ കൊണ്ട് ഈ ഭാരതത്തെ ആക്രമിക്കുന്നത് പോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളെ താങ്കൾ ഈ വിശ്വാസം തകർക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം, ഈ ശബരിമലയിലെ ഇപ്പോഴത്തെ വിവാദവുമായി ബന്ധപ്പെട്ട് ഈ ശബരിമല ശ്രീകോവിലിന് മുമ്പിലെ ലോഹഭാഗങ്ങൾ, അത് സ്വർണമോ ചെമ്പോ എന്തുമാവട്ടെ, പക്ഷേ ശ്രീധർമ്മശാസ്താവിൻ്റെ അടുത്തുള്ള ലോഹങ്ങളാണ് അത് എന്തായാലും അത് അഴിച്ചെടുത്ത് കൃത്യം 39 ദിവസങ്ങൾ കയ്യിൽ വെച്ചാണ് ചെന്നൈയിലെത്തിക്കുന്നത്. മറ്റൊന്ന്, ഈ ലോഹപാളികൾ പലരുടെയും വീടുകളിൽ കൊണ്ടുപോയി പ്രദർശിപ്പിച്ചു, അവിടെ പൂജ നടത്തി. അത് വലിയ ആചാര ലംഘനമല്ലേ? 6 വർഷം മുമ്പ് 2019 നടന്ന ഈ ആചാര ലംഘനം ബോർഡ് അറിഞ്ഞിരുന്നേയില്ലേ? പോറ്റിക്ക് പല സാമ്പത്തിക ലാഭങ്ങളും ഒരുപക്ഷെ ഈ പ്രദർശനങ്ങളിലൂടെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും ബോർഡോ സർക്കാരോ അറിഞ്ഞിരുന്നില്ല ഇതുവരെ എന്ന് പറയാനാവുമോ? അങ്ങനെ കൈ കഴുകാനാവുമോ ഈ ആചാര ലംഘനം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത്രയും ദിവസം വയ്ക്കുമ്പോഴെല്ലാം ഇതിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോ ഇവിടുത്തെ ബോർഡ് ഒന്നും അറിഞ്ഞില്ല എന്ന് വിശ്വസിക്കാൻ സാധാരണഗതിയിൽ പറ്റില്ല. മാത്രമല്ല, ഇതിൻ്റെ എല്ലാം ഒരു വരുമാനം അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ബോധപൂർവമായി ഒരു ഗുണഭോക്താവ് സംസ്ഥാനത്തെ ഭരണകൂടവും ഈ ഉദ്യോഗസ്ഥരും അല്ലെങ്കിൽ ഈ ദേവസ്വം മന്ത്രി തന്നെ ആയിരുന്നു എന്നുള്ളത് സംശയമില്ലല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുഗളന്മാരും ടിപ്പുവും എല്ലാം ആക്രമിക്കുന്നത് ഒരു ജനതയെ തകർക്കാനാണ്. ഇവരുടെ ഉദ്ദേശം ജനതയെ തകർക്കുക, അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. കൊള്ളയടിക്കപ്പെടുകയാണ്, മോഷണമല്ല. ഇത് പരസ്യമായി പണവും അവിടുത്തെ സ്വർണവും കൊള്ളയടിക്കുകയും അതേപോലെ തന്നെ ഒരു ഹൈന്ദവ ഐക്യത്തിന് ഭാഗമാകുന്ന അല്ലെങ്കിൽ അതിനെ നേതൃത്വം നൽകുന്ന ശബരിമലയെ തകർക്കുക എന്നുള്ളത് 2019 മുതൽ അതിന് മുൻപ് തന്നെ ഇവരുടെ ഭാഗമായിരുന്നു. അത് തകരാത്തത് കൊണ്ടാണ് ആചാര ലംഘനം നടത്തി, സ്ത്രീ പ്രവേശനം നടത്തി, യുവതീ പ്രവേശനം നടത്തിക്കൊണ്ട് ഈ ക്ഷേത്രത്തെ മറ്റു രീതിയിലും തകർക്കുക, അതിനെ ഒരു ഭൗതികമായി തകർക്കുക, അതിനെ ആത്മീയമായി തകർക്കുക എന്ന നയവും കൂടി CPM സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വലിയ രീതിയിലുള്ള കൊള്ള നടക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ആർക്കും സംശയമില്ല, ഹൈക്കോടതിക്കൊട്ടും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി ഇത്തരത്തിലുള്ള ഉത്തരവിട്ടത്. അത് ഒരു പരിധിവരെ നന്നായി. BJP എങ്ങനെയാണ് ഈ കാര്യവുമായി ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് BJP ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ചും ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നമ്മൾ പോവുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ മാസങ്ങളേ ഉള്ളൂ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്. BJP എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ വിഷയം? ഇതൊരു BJP ഇതൊരു ശബരിമലയുടെയോ ഒരു ക്ഷേത്രത്തിൻ്റെയോ മാത്രമായിട്ട് പ്രശ്നമല്ല. ഇത് ഒരു ജനതയെ, ഒരു വിശ്വാസി സമൂഹത്തെ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പറ്റിക്കുകയും അവരെ വഞ്ചിക്കുകയും അവരുടെ ആരാധനാലയങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്യുന്ന ഒരു രീതി നടക്കുന്നുണ്ട്. ഇതിൽ ജനങ്ങൾക്ക് ശക്തമായ അമർഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല പ്രക്ഷോഭത്തിൽ ഒരുപക്ഷെ ഒരു ചരിത്രത്തിലൊരിക്കലും ഇല്ലാത്തതുപോലെ ജനങ്ങളുടെ പിന്തുണയും അതുപോലെ തന്നെ അമ്മമാരുടെയും അതുപോലെ തന്നെ ആത്മാർത്ഥതയോടെ ഒരുപാട് സംഘടനകൾ ഇതിൽ ഭാഗമാക്കുകയും ചെയ്തത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കള്ള അയ്യപ്പ സംഗമം, അഖില അയ്യപ്പ സംഗമം നടത്തിയ ഉടനെ തന്നെ ഇത്തരത്തിലുള്ളൊരു വിവാദം വന്നത് എന്നുള്ളത് അയ്യപ്പന് ഇക്കാര്യത്തിൽ ആരുടെ കൂടെയാണെന്നുള്ളതിൻ്റെ തെളിവാണ്. ഒരു സംശയവുമില്ല. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ, അത് മതവിശ്വാസികൾ മാത്രമല്ല, അയ്യപ്പ വിശ്വാസികൾ മാത്രമല്ല, സാധാരണക്കാരായ ജനാധിപത്യ വിശ്വാസികൾക്ക് അയ്യപ്പൻ്റെ മേലിൽ ഒരു വിശ്വാസമുണ്ട്, സ്നേഹമുണ്ട്. മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം കൂടിയാണ് അയ്യപ്പ ക്ഷേത്രവും ശബരിമലയും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ഈ തട്ടിപ്പിനെതിരെ ശക്തമായ പ്രതിഷേധമുണ്ടാകും, ഒരു സംശയവുമില്ല. അത് വികാരപരമായിട്ടാണ് അവർ ഇടപെടുന്നത്. അതുകൊണ്ട് BJP അതിന് ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടാവും. ഞങ്ങൾ നാളെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിലേക്കുള്ള മാർച്ച് നടത്തുന്നുണ്ട്. പിറ്റേ ദിവസം എല്ലാ കളക്ട്രേറ്റിലേക്കും BJP മാർച്ച് നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള വലിയ സമരം ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് നേരിടേണ്ടി വരും. അത് BJPയുടെ മാത്രമല്ല, BJPയോട് ഒരുപക്ഷെ രാഷ്ട്രീയമായി പിന്തുണയ്ക്കാത്ത ആളുകൾ വരെ ഇതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. അതിന് മുൻപിൽ ഈ സംസ്ഥാന സർക്കാർ അടിപതറും. ഞങ്ങൾ പറയുന്ന എല്ലാ അന്വേഷണത്തിനും ഇവർക്ക് വരേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.